ഹായ് മിറക്കൽ മേക്കേഴ്സ്. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളുടെ എനർജി എങ്ങനെ റേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പുതിയ ടോപ്പിക്കാണ് ഇന്നിവിടെ കവർ ചെയ്യുന്നത്. അതായത് എങ്ങനെ നമുക്ക് നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം, എങ്ങനെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയെ നമുക്ക് അബ്സോർബ് ചെയ്യാതിരിക്കാം എന്നുള്ള ടെക്നിക്കിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ മൊറോക്കോയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, എന്തെങ്കിലുമൊക്കെ ട്രിപ്പിൻ്റെ മാനിഫെസ്റ്റേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രിപ്പിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷനും അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. മറ്റുള്ളവരുടെ എനർജി, നെഗറ്റീവ് എനർജി എങ്ങനെ നമുക്ക് അബ്സോർബ് ചെയ്യാതിരിക്കാം. നമ്മൾക്ക് എന്തായാലും 24 മണിക്കൂറും ഒരു റൂമിനകത്ത് അടച്ചിരിക്കുവാനോ അല്ലെങ്കിൽ നമ്മളുടെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനോ സാധിക്കുന്നതല്ല. നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ എപ്പോഴും കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ എനർജി എങ്ങനെ നിങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കും. നിങ്ങൾ എത്രയൊക്കെ പോസിറ്റീവാക്കി വെച്ചാലും അവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പോസിറ്റിവിറ്റി കുറയുകയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് തന്നെ അതൊരു ബ്ലോക്കായിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, കാരണം ഇതിൻ്റെ അവസാനം ഒരു ബോണസ് പോയിൻ്റ് കൂടി ഞാൻ തരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ആ ബോണസ് പോയിൻ്റ് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ എത്ര പേര് വീഡിയോ മുഴുവൻ കണ്ടെന്നറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 സിമ്പിൾ ആൻഡ് ഈസി ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളുടെ ശരീരത്തിലേക്കുള്ള എനർജിയുടെ പോർട്ടൽ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കണ്ണും നമ്മുടെ കൈകളുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് വഴിയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് മെയിനായി എനർജി വരുന്നതും നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ എനർജി പുറത്തേക്ക് വിടുന്നതും കണ്ണ് വഴിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് ഐ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ മൂക്കിലേക്കോ അല്ലെങ്കിൽ 2 പിരികങ്ങളുടെ ഇടയ്ക്കുള്ള സ്ഥലത്തേക്കോ നമ്മുടെ ആജ്ഞാചക്രത്തിലേക്കോ നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് അവരുടെ കണ്ണിൽ നോക്കുന്നതായിട്ട് തന്നെ തോന്നും. അവർക്കൊരു ഓക്വേർഡ് ഫീൽ ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങളാണെങ്കിൽ കണ്ണിൽ ഡയറക്റ്റ് നോക്കാതിരിക്കുകയും ചെയ്യും. നമ്മൾ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പം അവർ എന്തൊക്കെ പറഞ്ഞാൽ അവർ പിന്നെയും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാറില്ലേ. അതായത് നമ്മൾ അവരുമായിട്ട് കണ്ണിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് കള്ളമാണെന്ന് മനസ്സിലാകുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലേക്കുള്ളൊരു പോർട്ടലാണ്, വേ ടു അവർ സോളാണ്. അപ്പോൾ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അവർ പറയാത്ത പല കാര്യങ്ങളും ആ സംസാരത്തിൽ നിന്ന് ഇന്നർ മീനിങ് പോലെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അവരെന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർ ചിരിക്കുകയാണെങ്കിൽ കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെ സാധിക്കുന്നത് കണ്ണ് നമ്മളുടെ ഒരു പോർട്ടലായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ, അതായത് ഒരു വ്യക്തി അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ മാക്സിമം ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക. നിങ്ങളിടയ്ക്ക് നിങ്ങൾക്ക് മറ്റ് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് നോക്കാം. ഫുള്ള് സംസാരത്തിനകത്ത് എപ്പോഴും ഇങ്ങനെ ഐ കോണ്ടാക്റ്റ് കൊടുത്ത് ചില ആളുകൾ ഇങ്ങനെ ഭയങ്കര ജിജ്ഞാസയോടെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ കേൾക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആ എനർജി അബ്സോർബ് ചെയ്യുകയും നിങ്ങൾ നിങ്ങളെ തന്നെ ആ സ്ഥാനത്ത് കണ്ടുകൊണ്ടായിരിക്കുമല്ലേ കേൾക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ കണ്ണിൽ നോക്കാതിരിക്കുക, ഐ കോണ്ടാക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിളിൽ നിന്നും. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം. അതായത് നമ്മൾ ഈ ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ വളരെ ശക്തമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശം ഇങ്ങനെ വികസിക്കുകയും നിങ്ങളുടെ നെഞ്ചിങ്ങനെ വികസിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഓറ അതേപോലെ തന്നെ എക്സ്പാൻഡ് ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ അത് ഓറ ഇച്ചിരി പുറത്തേക്ക് വികസിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ഓറ ഇത്തിരി കൂടുതലൊന്ന് പവർഫുൾ ആവുകയും നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും ടെൻഷനായിട്ടിരിക്കുമ്പം, ആൻഷ്യസ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിങ്ങനെ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിടാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ചെയ്യുന്നതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും അറിയാതെ ചെയ്യുന്നവരുമാണ്.
അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി കൂടി നമ്മൾ പുറത്തേക്ക് വിടുന്നതാണ് ശ്വാസത്തിലൂടെ. നമ്മൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള റൂമിലാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പേരുമായിട്ടൊക്കെ ഇരിക്കുന്ന സംസാരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിടുന്നത് വളരെയധികം നല്ലതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കൈകളും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും ഒരു മെയിനായൊരു ഒരു ഭാഗമാണ്. റേക്കിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് കൈകൾ കൊണ്ട് ഹീൽ ചെയ്യുന്നത്? നമ്മുടെ കൈ വഴി നമുക്ക് എനർജി കൊടുക്കാൻ കഴിയും, അതുപോലെ തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, കൈകൾക്ക് 2 പൊസിഷൻ പറയാം. അതായത് അപ്വേർഡ് പൊസിഷനും ഡൗൺവേർഡ് പൊസിഷനും. അതായത് കൈകൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന മോഡിലാണ് നമ്മുടെ കൈകൾ. അതായത് എനർജിയെ നമ്മൾ റിസീവ് ചെയ്യും. അപ്പോൾ വളരെയധികം സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി പറയുമ്പോൾ നിങ്ങൾ കൈകൾ തുറന്നു വെച്ചിരുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു എനർജി നിങ്ങളുടെ കൈകൾ വഴി അബ്സോർബ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈകൾ ഡൗൺവേർഡ് പൊസിഷൻ, അതായത് കൈകൾ കമിഴ്ത്തി വെച്ചിട്ട് നിങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കൈകൾ കമിഴ്ത്തി വെക്കുവാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 2 കൈകളും തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത്, അതായത് കൂട്ടിപ്പിടിച്ച് വെക്കുക. അതായത് അടഞ്ഞിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. മിക്കവാറും നമ്മൾ കൂടുതലും കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ്, കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു തൊഴുവുന്നത് പോലെ തന്നെ, പക്ഷേ അത് നമ്മൾ ക്രോസ്ഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടിരിക്കുക. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും നമ്മളുടെ കൈകൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ 3 മെയിൻ ടിപ്സുകൾ വഴി നമുക്ക് എനർജി വാമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജികൾ ഊറ്റിയെടുക്കുന്നവരുണ്ട്. നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഡ്രെയിൻ ആവുന്നതായിട്ടും എനർജി ഇല്ലാതാവുന്നതായിട്ടും തോന്നിയിട്ടില്ലേ? അതായത് അവർ ഒരു എനർജി വാമ്പേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ എനർജി മാക്സിമം അവരെടുക്കും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ 3 ടിപ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അതിനോട് കൂടെ തന്നെ ഒരു ബോണസ് ടിപ്പ് ഞാൻ തരാം. അതായത് നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിനകത്ത് ഇത്തിരി ഉപ്പിട്ട ശേഷം, ഒന്നുകിൽ കുളിക്കുന്ന വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളം വെച്ച് കുളിക്കുക. ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് 1 ലിറ്റർ 1 kg ഉപ്പൊന്നുമല്ല ഉദ്ദേശിച്ചത്, 1 സ്പൂൺ ഉപ്പിടുക. അത് വെച്ച് നിങ്ങൾക്ക് കുളിക്കാം. അതല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിനകത്ത് വെള്ളത്തിനകത്ത് ഇത്തിരി ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വിചാരിക്കുക നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജികളൊക്കെ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളത്. ഇത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ബോണസ് ടിപ്പാണ്. അപ്പം വീഡിയോ മുഴുവനായി കണ്ടവർക്ക് മാത്രമാണ് ഈ ബോണസ് ടിപ്പും കൂടി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.